Hi, this is episode 3 of എങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങാം. Today we are talking about branding. ഒരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു സംഭവമാണ് എന്തായിരിക്കണം അതിന്റെ പേര് എന്നുള്ളത്. സോ ഞങ്ങളിവിടെ എങ്ങനെയാണ് ഗുൽഗുസ്തോ എന്നുള്ള പേരിലേക്ക് ഞങ്ങൾ എത്തിയത് എന്നും അതുപോലെ ഞങ്ങളുടെ പാക്കേജിങ്, ഞങ്ങളുടെ കളർ തീംസ് ഒക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. സോ ആക്ച്വലി ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് വേറൊരു ടീമിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ആദ്യം തന്നെ. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ടീമിനായിട്ട് സമീപിച്ചു. കൊച്ചിയിലുള്ള ഒരു ടീമായിരുന്നു. സോ ദേ സെഡ് അപ്രോക്സിമേറ്റ്ലി 4 lakhs വരും, 4 to 5 lakhs വരും ഒരു ബ്രാൻഡിങ് ചെയ്യാനെന്നുള്ളത്. വി ഗൈസ് വർ ലൈക്ക് അടിപൊളി, എന്ത് ചെയ്യാനാ 4 ലക്ഷം 4-5 ലക്ഷമൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലെ വലിയൊരു ഭാഗമാണത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ വേറൊരു ഏജൻസിയും കൂടെ സമീപിച്ച് നോക്കുക. അങ്ങനെ കോഴിക്കോടുള്ള ഫ്രോഗ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ഏജൻസിയായിട്ട് ഞങ്ങൾ സമീപിച്ചു. അങ്ങനെ അവരാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്തത്, ഈ ബ്രാൻഡിങ് ഞങ്ങൾക്ക് പറ്റിയൊരു റേറ്റിൽ അവർ ചെയ്തു തന്നത്. അവർ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 സജഷൻസ് ആയിരുന്നു നെയിമിലുണ്ടായിരുന്നത്. ഒന്ന് ഞാൻ ഓർക്കുന്നില്ല എന്താണെന്നുള്ളത്, പിന്നെ രണ്ടാമത്തത് ഗുൽഗുസ്തോ എന്നായിരുന്നു. പക്ഷെ അങ്ങനെ കേട്ടപ്പോൾ തന്നെ ഈ ഒരു പേര് ഒന്ന് ക്യാച്ച് ചെയ്തിട്ട് തോന്നി. അങ്ങനെയാണ് ഈ ഒരു പേര് ഞങ്ങൾ സെലക്ട് ചെയ്തത്. പിന്നെ ഇതിന്മേലാണ് പിന്നീട് ബാക്കി കളർ തീംസും കാര്യങ്ങളൊക്കെ അവർ ബിൽഡ് ചെയ്തത്, സ്റ്റോറി കാര്യങ്ങളൊക്കെ. സോ എന്താണ് ഗുൽഗുസ്തോ എന്ന് വെച്ചാൽ, ഗുൽ എന്ന് പറയുന്നത് റോസ് പൂവിന്റെ ഗുല്ലും അതുപോലെ ഗുസ്തോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വേർഡിൽ ഡെലീഷ്യസ് ഫ്രഷ്നെസ് ഒക്കെ ഉള്ള ഒരു അർത്ഥമാണ്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതാണ്. Which means we are combining tradition with modernity. അതൊക്കെ പോട്ടെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഫ്, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു FMB അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് തുടങ്ങാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ടേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ സ്പെൻഡ് ചെയ്ത പോലെ ഒരു കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ബ്രാൻഡിങ്ങിൽ സ്പെൻഡ് ചെയ്യൽ നിർബന്ധം ഒന്നും ഇല്ല എന്നുള്ളതാണ്. അത് വി ഹാഡ് ടു ലേൺ ഇറ്റ് ഇൻ ദ ഹാർഡ് വേ എന്ന് വേണമെങ്കിൽ പറയാം. അത് അത്യാവശ്യം അറിയാവുന്ന, ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ധാരണ ഉള്ള ഒരാളെ കണ്ടിട്ട് ആളുടെ ഒരു ഹെൽപ്പോടുകൂടി ഒരു ചെറിയ പൈസയിൽ ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് ഇത്. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡിങ് എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് കഥകൾ കുത്തിക്കയറ്റിയിട്ട് നമ്മൾ വലിയ എന്തോ സംഭവം ആക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ആക്ച്വലി നിങ്ങളൊരു ഫൗണ്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോർ വാല്യൂസ് ഉണ്ടാക്കും. അത് നിങ്ങളുടെ ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ബ്രാൻഡ് അടിപൊളിയാകാമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഓഫ് കോഴ്സ് ബ്രാൻഡിങ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഒരു ബിഗിനറുടെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോഴാണ്. അവിടെ ലിമിറ്റഡ് ക്യാപിറ്റൽ എന്നുള്ള സംഭവം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാപിറ്റൽ ഐഡിയലായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതും നമ്മൾ നോക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പേര് കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താലും അവിടെ എമൗണ്ട് നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. So that's from my side today. So next episode നമ്മൾ ഫുഡ് കോസ്റ്റിനെ കുറിച്ചായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. See you in the next one.